ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ശ്രീകുട്ടിയെ തൻ്റെ അടുത്ത് പിടിച്ചിരുത്തിയിരിക്കുകയാണ് വസുന്ധര. അല്ല മുത്തശ്ശി, എനിക്കെന്തോ സർപ്രൈസ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് എന്തിയെ എന്ന് ശ്രീകുട്ടി ചോദിക്കുമ്പോൾ തൻ്റെ കയ്യിലുള്ള സ്വീറ്റ് ബോക്സ് മോൾക്ക് നേരെ നീട്ടുകയാണ് വസുന്ധര. ഇത് കാണുന്ന ശ്രീകുട്ടിക്ക് സന്തോഷമാകുന്നു. തുടർന്ന് ശ്രീകുട്ടിയും വസുന്ധരയ്ക്ക് ഒരു സ്വീറ്റ് എടുത്ത് കൊടുക്കുകയാണ്. മുത്തശ്ശിക്ക് ഈ സ്വീറ്റ് നല്ല ഇഷ്ടമാണോ എന്ന് ശ്രീകുട്ടി ചോദിക്കുമ്പോൾ വസുന്ധര പറയുകയാണ്, എനിക്കും എൻ്റെ അകിമോനും വലിയ ഇഷ്ടമാ. അപ്പോൾ അരുണങ്കളിന് ഇഷ്ടമല്ലേ എന്ന് ശ്രീകുട്ടി ചോദിക്കുമ്പോൾ അരുണിനും ഇഷ്ടമാണെന്ന് വസുന്ധര പറയുന്നു. തുടർന്ന് വസുന്ധര ചോദിക്കുകയാണ്, മോളുടെ അമ്മ വന്നാൽ മോള് ഞങ്ങളെയൊക്കെ വിട്ടിട്ട് പോകുമോ? എനിക്ക് അമ്മയുടെ കൂടെ പോകണം, പക്ഷേ മുത്തശ്ശിയെ പിരിയാനും വയ്യ. എനിക്ക് മുത്തശ്ശിയെയും വലിയ ഇഷ്ടമാ. അതേപോലെ ആദ്യങ്കളിനെയും അരുണങ്കളിനെയും അമൃതാൻ്റെയും എല്ലാവരെയും ഒത്തിരി ഇഷ്ടമാ. ഞാൻ പോയാൽ മുത്തശ്ശി കരയുമോ എന്ന് ശ്രീകുട്ടി ചോദിക്കുമ്പോൾ കരയുമെന്നും എനിക്ക് നല്ല സങ്കടം കാണുമെന്നും വസുന്ധര പറയുകയാണ്. എങ്കിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, അമ്മ വന്നു കഴിഞ്ഞ് മുത്തശ്ശിയെയും അരുണങ്കളിനെയും എല്ലാവരെയും ഞാൻ കൊണ്ടുപോകാം. എന്നിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ താമസിക്കാം. നമുക്കവിടെ അടിച്ചു പൊളിച്ച് താമസിക്കാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് മുത്തശ്ശി എൻ്റെ സ്വന്തം മുത്തശ്ശിയാണെന്നാ. അങ്ങനെ തന്നെയാ മോളെ. മോളെന്നെ സ്വന്തം മുത്തശ്ശിയായിട്ട് കണ്ടാൽ മതിയെന്ന് പറഞ്ഞ് ശ്രീകുട്ടിയെ ചേർത്ത് പിടിച്ച് കരയുകയാണ് വസുന്ധര. ഇതൊക്കെ കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ. എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം ചോര തന്നെയല്ലേ, അതിൻ്റെ ആകും ഈ പെണ്ണിനോട് ഇവർക്ക് ഇത്രയ്ക്കും ഇഷ്ടം. എന്താണെങ്കിലും സ്ത്രീകുട്ടികളെ നാടോടികൾക്ക് വിൽക്കാനുള്ള എൻ്റെ തീരുമാനം നന്നായെന്നാ എനിക്കിപ്പോൾ തോന്നുന്നത്. ഇവളിവിടെ നിൽക്കാത്തത് തന്നെയാ എനിക്ക് നല്ലത്. പിന്നീട് കാണിക്കുന്നത് അഖിലിനെയും ശ്യാമയുമാണ്. എല്ലാവരും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ അവിടെയുള്ളവർ പറയുകയാണ്, നമുക്ക് ശ്യാമയുടെ ഒരു പാട്ട് കേട്ടാലോ? ഞങ്ങൾക്ക് വേണ്ടി ശ്യാമ ഒരു പാട്ട് പാടാമോ എന്ന് അവിടെയുള്ളവർ ചോദിക്കുമ്പോൾ അഖിലിൻ്റെ നിർബന്ധം കാരണം കൂടി ശ്യാമ എല്ലാവർക്കും വേണ്ടി പാട്ട് പാടുകയാണ്. അങ്ങനെ ശ്യാമ പാട്ടുപാടി കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു ഫേമസ് ഡയറക്ടർ വരികയാണ്. ഞാൻ ശ്യാമയെ അഭിനന്ദിക്കാൻ വേണ്ടി മാത്രമല്ല വന്നത്, എൻ്റെ അടുത്ത സിനിമയിലേക്ക് ശ്യാമയെ ക്ഷണിക്കാൻ കൂടിയാ വന്നതെന്ന് ഡയറക്ടർ പറയുമ്പോൾ ഇത് കേൾക്കുന്ന അഖിലിനും ശ്യാമയ്ക്കും മറ്റുള്ളവർക്കും സന്തോഷമാവുകയാണ്. പെട്ടെന്ന് മഴ പെയ്യുകയും എല്ലാവരും ഓടി അകത്തേക്ക് കയറുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ ശ്യാമയുടെ കാലൊളുക്കുകയാണ്. തുടർന്ന് ശ്യാമയ്ക്ക് നടക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെ അഖില് ശ്യാമയെ എടുത്തുകൊണ്ട് റൂമിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് മുറിയിലെത്തിയതിനു ശേഷം ശ്യാമയുടെ കാല് തിരുമുന്ന അഖിലിനെയാണ്. ശ്യാമ അഖിലിനെ സ്നേഹത്തോടെ നോക്കുകയാണ്. അഖിലും ശ്യാമയെ പ്രണയത്തോടെ നോക്കുന്നു. തുടർന്ന് പ്രണയത്തോടെ ശ്യാമയെ പിടിച്ച് കട്ടിലേക്ക് കിടത്തി അടുത്ത് കിടക്കുകയാണ് അഖിലും. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ആദിയും അമൃതയും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ശ്രീകുട്ടി പതിയെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതേസമയം ഐശ്വര്യയുടെ മുറിയിൽ അരുൺ എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ ഐശ്വര്യ അരുണിനെ തിരിഞ്ഞു നോക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഉറക്കം ഭാവിച്ച് അരുൺ കിടക്കുന്നു. ഷോ, അരുൺ ഉറങ്ങിയിട്ടില്ലല്ലോ, അരുൺ ഉറങ്ങിയിട്ട് പോകാമെന്ന് ഐശ്വര്യ മനസ്സിൽ പറയുന്നു. അങ്ങനെ കുറച്ചു സമയം കഴിയുമ്പോൾ ഐശ്വര്യ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അരുണും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ശ്രീകുട്ടിയെ കൊണ്ട് അരുൺ പുറത്തേക്ക് പോകുന്നു. അതേസമയം ഞെട്ടി എഴുന്നേൽക്കുന്ന ഐശ്വര്യ അവിടെ അരുണിനെ കാണാതെ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. അല്ല, അരുൺ എവിടെ പോയി? ആ നാടോടികൾ വരുന്ന സമയമായല്ലോ, ഇനിയിപ്പോൾ എന്തു ചെയ്യുമെന്ന് ഐശ്വര്യ മനസ്സിൽ പറയുന്നു. തുടർന്ന് അരുണിനെ അന്വേഷിച്ച് ഐശ്വര്യ മുറിയുടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ അരുണും ശ്രീകുട്ടിയും കൂടി വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ നേരം നാടോടികളുടെ സംഘം അവരുടെ വീടിന്റെ പുറത്തെത്തിയിരിക്കുകയാണ്. അതേസമയം തന്നെ അശ്വതിയും മുഖം മറച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നു. ഒരു കുട്ടിയെ കൊണ്ട് ഒരു സ്ത്രീ വരുമെന്നല്ലേ അരുന്ധതി മേഡം പറഞ്ഞത്? ഇതിപ്പോ എന്തെങ്കിലും ചതിയാണോ എന്ന് നാടോടികളിൽ ഒരാൾ ചോദിക്കുകയാണ്. അതേസമയം ആ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീ പറയുകയാണ്, അല്ലായിരിക്കും, നമുക്ക് എന്താണെങ്കിലും ആ കുട്ടിയെ വേണം. അതേസമയം വീടിന്റെ പുറത്തേക്ക് വരുന്ന ഐശ്വര്യ അരുണിനെയും ശ്രീകുട്ടിയെയും പുറത്ത് കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. അല്ല, അരുൺ എന്തിനാ ആ കൊച്ചിനെയും കൊണ്ട് പുറത്തു പോയി നിൽക്കുന്നത്? ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നമാകുമോ എന്ന് ഐശ്വര്യ മനസ്സിൽ പറയുമ്പോഴാണ് മുഖം മറച്ചുകൊണ്ട് അശ്വതി ശ്രീകുട്ടിയുടെ അടുത്തേക്ക് വരുന്നത്. അല്ല, അതൊരു സ്ത്രീയാണല്ലോ, അതാരാണെന്ന് ഐശ്വര്യ മനസ്സിൽ പറയുകയാണ്. എന്റെ പദ്ധതി പൊളിഞ്ഞോ? ഇവിടിപ്പോ എന്താ നടക്കുന്നത് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ഐശ്വര്യ പറയുന്നു. അപ്പോഴാണ് അകത്തേക്ക് നോക്കുന്ന അശ്വതി ഐശ്വര്യയെ കാണുന്നത്. അയ്യോ ഐശ്വര്യ എന്ന് പറഞ്ഞ് അശ്വതി അവിടുന്ന് പെട്ടെന്ന് തന്നെ പോകുന്നു. അതേസമയം അരുൺ തിരിഞ്ഞു നോക്കാൻ നേരം ഐശ്വര്യ തൂണിന്റെ മറവിലേക്ക് മറഞ്ഞു നിൽക്കുകയാണ്. ഇത് കണ്ട് സംശയത്തോടെ അരുണും ശ്രീകുട്ടിയും അകത്തേക്ക് തന്നെ നോക്കുമ്പോൾ ഒരു ഞെട്ടലോടെ അവിടെ മാറി നിൽക്കുകയാണ് അശ്വതി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.